വെൽക്കം ബാക്ക് ടു ആദോസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ നേരെ വേഗം എണീറ്റിട്ട് ദാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടൂർ ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പം അമ്മ ദോശ ഉണ്ടാക്കാം, അപ്പം നമുക്ക് അതിനിടയിലുള്ള ചട്നി ഉണ്ടാക്കാം. ഞാൻ ഒരു ഉള്ളിച്ചമന്തി ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഉള്ളിച്ചമന്തി നല്ല ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് പറയാറ്. അപ്പം നമുക്ക് ഉള്ളിച്ചമന്തി ഉണ്ടാക്കാം. ഈ ഉള്ളിച്ചമന്തിയിലേക്ക് നമുക്ക് വേണ്ടത് 2 സവോള, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി 2 തക്കാളി, സോറി ഗൈസ്, പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുകയാണ്. ചട്നി അരയ്ക്കാം. ഉള്ളിച്ചമ്മന്തിൻ്റെ പ്ലാൻ ഡ്രോപ്പായ സ്ഥിതിക്ക് ഇനി സവോള അരിഞ്ഞതൊക്കെ എന്ത് ചെയ്യും? ഇനി കുറച്ച് കടല ഇടുന്നല്ലോ. കടല കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചട്നിക്ക് കൊഴുക്കൊഴു ഫീൽ കിട്ടും. കുറച്ചിട്ടാൽ മതി. സോ നമുക്കിതൊന്ന് അരയ്ക്കാം. ഇതിൽ വറുത്തിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് വറുത്തിട്ടിട്ട് നമുക്ക് ചട്നി തന്നെ സെറ്റാക്കാം. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറം ഭാഗം ഒക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉമ്മാറും. എങ്ങനെയുണ്ട്? നമ്മുടെ പഴയ വീടിന് അത്ര പത്ര സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് മിറ്റം ഒന്ന് അടിച്ചു വരേണ്ട, ഫുൾ മെറ്റലാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിനടുത്തടുത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. മുന്നത്തെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാത്രം, അതായത് കുറേ സ്ഥലമായിരുന്നു, വേറെ അടുത്തൊന്നും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അടുത്ത വീടൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ്, അതായത് ഈ മതിലിൻ്റെ അപ്പുറത്തൂടെ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണൻ്റെ വീട്. ഈ വീട്ടിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാം. നിങ്ങൾ പറയൂ, രാവിലെ തന്നെ ആരെങ്കിലും ഗുലാബ് ജാമുൻ കഴിക്കുമോ? ഇപ്പം തന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതാണ്. മിറ്റടിച്ച് വരാൻ പറ്റില്ല ഇവിടെ. ഷോ ഇറക്കാൻ അഗീന കഴിഞ്ഞിട്ടുള്ളതാണ്. പോയി അല്ലെങ്കിൽ പോയി കഴിഞ്ഞു, ഷോർക്ക് കഴിഞ്ഞു. കുറച്ചായിട്ട് വന്നിട്ട് അടുത്ത ഷോർക്ക് ഉണ്ടാവും. ഇതാണ് എപ്പോഴും എൻ്റെ ഭർത്താവ്. കുറച്ചിങ്ങനെ ഇളക്കിട്ട് അങ്ങോട്ട് പോകും, പിന്നെ വരും, ഇളക്കും, പോവും. ഒരു സുഖം, ഒരു സന്തോഷം. നമുക്ക് ഈ ലുട്ടൂനെ എഴുന്നേൽപ്പിക്കാം. ഇവിടെയാണ് ലുട്ടു. അയ്യോ അയ്യോ അപർണ, ഓ സോറി. ലുട്ടുനെ ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, കാരണം അവിടെ അപർണ ഉറങ്ങുകയാണ്. അല്ല, ഐ തിങ്ക് ഷീസ് ചേഞ്ചിങ്. ലുട്ടുവിനെ എന്നേക്കാൾ ലേറ്റ് ആയി. ലുട്ടുവിന് ക്ലാസ്സില്ലല്ലോ. ലിയോ ലുട്ടുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ഇത് പെടുന്ന വന്നത് ഇത്ര നേരം എവിടെയായിരുന്നു എന്നാണ് ലിയോ ചോദിക്കുന്നത്. ഞാനൊരു 3-4 ഡ്രസ്സ് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുപ്പിച്ചിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്താലോ? ഡ്രസ്സുകളുടെ ലൈക്ക് അതിൻ്റെ കുർത്തീസാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ പിന്നെ കോഡ് സെറ്റ്സ് കുറേ കൂടുതൽ കോഡ് സെറ്റ്സ് പർച്ചേസ് ചെയ്യാറുണ്ട്. കാരണം അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പാൻറ്റ് നമുക്ക് വേറെ കണ്ടെത്തണ്ട. അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹോൾ വീഡിയോ പോലെ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാമല്ലോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടേക്കുള്ള മെൻഷൻ ചെയ്യാം. അതൊന്ന് ഫോളോ ചെയ്യാം. കാരണം അതിൽ ഞാനിങ്ങനെ ഇതിലെനിക്കിപ്പോൾ ലിങ്ക് ഇടാറായിട്ടില്ല. പല പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ അതിലാണ് ഇടാറ്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കോളൊക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യം ഡ്രസ്സുകൾ കൊള്ളും. ഞാൻ ഇങ്ങനെ വാങ്ങിയതാണ്. അത്യാവശ്യം ഡ്രസ്സുകൾ കൊള്ളും. അപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് അവിടെയുള്ള ക്വാളിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഇല്ലാത്തവർ, ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇതുപോലെ തന്നെ രാത്രി മഴയല്ലേ നല്ലോണം, ആ സമയത്ത് നമുക്ക് പുറകെടുക്കാൻ പറ്റില്ല, ഷീറ്റൊന്നും ഇല്ലാത്തവർക്ക് പുറകെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ അറൗണ്ട് 3000 സംതിങ് ആണ് എനിക്ക് വന്നത്. പക്ഷെ നല്ല പ്രൊഡക്റ്റാണ്. അത്യാവശ്യം വീടിനുള്ളിൽ ഇട്ടിട്ട് നമുക്ക് ഉണക്കാം. വാഷിംഗ് മെഷീനിൽ ഡ്രയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചാൽ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി നമുക്ക് വീടിനകത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങും. കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ മടക്കി എവിടെയെങ്കിലും വെക്കും ചെയ്യാം. അത്രയധികം സ്പേസ് കൺസ്യൂമിംഗ് അല്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളും. ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ഓയിൽ, ദുർദുര പുത്രാദി വെളിച്ചെണ്ണ കുറയുമെന്ന് നോക്കാം. തുടങ്ങിയിട്ടില്ല വെച്ചാൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല, പക്ഷെ നമുക്ക് കുറയുമെന്ന് നോക്കണം. കുറയാണെങ്കിൽ നമുക്കിത് ഫിക്സ് ആക്കാം, കണ്ടിന്യൂ ചെയ്യാം.
രാവിലെ നേരത്തെ എണീറ്റ് അപ്പം തന്നെ ഈ ബെഡ് മടക്കി ഇടുക എന്നുള്ള ശീലം എനിക്ക് പണ്ട് മുതലേ ഇല്ല. വേറെ ഒന്നുമല്ല, ഞാൻ എണീക്കുമ്പോൾ ആരെങ്കിലും ബെഡിൽ കിടപ്പുണ്ടാവും, അപ്പം നമുക്കത് പറ്റില്ല. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാറ്. അപ്പോൾ ഇതൊക്കെ തലേ ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ടേബിൾ മേലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. അതുപോലെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് വെക്കും. എനിക്ക് രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ അത് പറ്റില്ല, കാരണം രാവിലെ ലുട്ടൂന് സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാവും നമ്മൾ എഴുന്നേൽക്കുക. അപ്പോൾ പോയിട്ട് അതൊക്കെ ചെയ്യാനാണ് നിൽക്കുക. അപ്പോൾ അല്ലെങ്കിൽ അടി കിടന്ന് ഉറങ്ങുണ്ടായിരിക്കും. അങ്ങനെ കുറേ പണികളൊക്കെ ആ ടൈമിൽ എനിക്ക് പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്യാറ്. അത്യാവശ്യം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വന്നിട്ടൊക്കെയാണ് ഞാൻ ഷോപ്പിലേക്ക് പോവാറ്. കാരണം വന്നു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ പോണേക്കാളും മുന്നേ കുറേ ചെയ്ത് വെക്കും. ഒട്ട ഡ്രസ്സിന്റെ മുകളിൽ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് റബ്ബറിന് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയായി കടയിലേക്ക് പോവാം. ഫുഡൊക്കെ കഴിക്കണം, കടയിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ചെറിയ രീതിയിൽ കടയിൽ ഇങ്ങനെ തിരക്കുണ്ടാവാറുണ്ട് സാറ്റർഡേസിൽ. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഓക്കെ, അപ്പം വേഗം റെഡി ആവാം. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അപ്പോൾ ഗെറ്റ് റെഡി വലിയ രീതിയിലുള്ള ഗെറ്റ് റെഡി വിത്ത് മീ എനിക്ക് ഉണ്ടാവാറില്ല, എന്നാലും എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് തുടങ്ങാം. ഡോവിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഉണ്ടാറ്. പല വലിയ മോയ്സ്ചറൈസേഴ്സും വലിയ സംഭവങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ലൈക്ക് മീ, ഞാനതൊന്നും അങ്ങനത്തെ ഇത് വാങ്ങിയിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. ഒരു നല്ല മോയ്സ്ചറൈസർ കൂടിയാണ് ഈ ഡോവിൻ്റെ മോയ്സ്ചറൈസർ. ഇത് മമാർത്തിൻ്റെ വൈറ്റമിൻ സി വിത്ത് സൺസ്ക്രീൻ വരുന്നതാണ്. ഇത് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. എന്താ പറയുക, വൈറ്റമിൻ സിയും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലോ കിട്ടും, പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു നല്ല സൺസ്ക്രീനാണ് ഈ മമാർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ. തീരാറായി, എൻ്റെ കുറച്ചും കൂടെ ഉള്ളൂ പുതിയത് വാങ്ങേണ്ട സമയം ആയി തുടങ്ങി. ഇപ്പോൾ മഴയല്ലേ, വല്ലാണ്ട് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ പിന്നെ ഷോപ്പിൽ ഇരിക്കുകയാണല്ലോ കൂടുതലും. അപ്പോൾ കുറിച്ച് ഇതിന് മുന്നേ ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്തിരുന്നത് ഫോക്സ്ടെയിലിൻ്റെ ആണ്. അതും എനിക്ക് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അത് വൈറ്റമിൻ സി കൂടി ഇങ്ങോട്ട് ഉണ്ട്. പിന്നെ അത് വാങ്ങി, അപ്പോൾ വേറെ വൈറ്റമിൻ സി നമ്മൾ അപ്ലൈ ചെയ്യണ്ടല്ലോ. അപ്പോൾ കുറി ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിപ് ബാം ഇടാം. ഇത് മമ്മാർത്തിൻ്റെ മമ്മാർത്ത് തന്നെ മമ്മാർത്ത് അതിൻ്റെ ലിപ് ബാമാണ്. ഇത് നല്ല ലിപ് ബാമാണ്. ഇത് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ സ്വിച്ച് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. മാക്സിമം പറഞ്ഞാൽ വാങ്ങി കഴിഞ്ഞാൽ അതിൽ തന്നെ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ പോലാണ് പതിവ്. പിന്നെ നല്ലതൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങും കേട്ടോ. കുഞ്ഞൊരു എൻ്റെ സ്റ്റിക്കൊക്കെ തീർന്നു. അപ്പം ഞാൻ ഈ ഒരു ഇത് ഏതിൻ്റെ അറിയാം, ലാക്മേ ഡാസിലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇത് മെബ്ലൈൻ്റെ പിന്നെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റേ ഷെയ്ഡ് 130 എക്സ്ട്രാ എന്ന് പറയുന്ന ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ എല്ലാ ലിപ്സ്റ്റിക്സും എല്ലാ ഷെയ്ഡ്സും ട്രൈ നോക്കിയിട്ടില്ല, അങ്ങനെ കുറേ ഷെയ്ഡൊന്നും ട്രൈ നോക്കിയിട്ടില്ല. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഷെയ്ഡുകളൊന്നും ഇത്. കുഞ്ഞൊരു പൊട്ട് കുത്താം. ഇത്രയൊക്കെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിലൊരു മുടിയൊരു സിറം ഇടാം. ഇതിൽ ഓറിയൻ്റെ സിറമാണ് ഞാൻ മുന്നേ കാണിച്ചാണ്, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിറം ഇങ്ങനെ ഇരിക്കുന്നു. വെറ്റ് ഹെയറിലാണ് സിറം ഇടേണ്ടത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് വെറ്റ് ഹെയറിൽ സിറം ഇടാം. സിറം ഇടുമ്പോൾ ബർബറി എനിക്ക് ഇഷ്ടമാണ്. നല്ല മണമാണ് ബർബറി എനിക്ക്. നല്ല അടുത്തുണ്ട്, അതാണോ വെച്ചോ? ടെക്സ്റ്റിന് ഓട്ടും. അപ്പം നമ്മൾ ഷോപ്പിലെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു വാരി തുടച്ചിടണം. രാവിലെ തന്നെ ചെയ്യണം ശരിക്കും. പിന്നെ അതൊന്ന് ഉണങ്ങാത്തൊരു സമയം എടുക്കും. അപ്പം നമുക്ക് രാവിലെ അടിച്ചു വാരി തുടച്ചിടാം. അപ്പം ഞാൻ വേഗം ഷോപ്പൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം ചെയ്യായിരുന്നു കേട്ടോ. കാരണം കസ്റ്റമേഴ്സ് വന്നാൽ പേപ്പിളേക്കൊന്ന് ഉണങ്ങണം. അപ്പോൾ ഞാനതൊന്ന് ചെയ്തിട്ടു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി കേട്ടോ. അവിടേക്കും കറണ്ടൊക്കെ വന്നായിരുന്നു, കറണ്ട് പോയിരിക്കുമായിരുന്നു, കറണ്ടൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ രാവിലത്തെ കുറച്ച് തിരക്കുണ്ടാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമുക്ക് ഒഴിവ് കിട്ടി. അപ്പോൾ അധികം മഴ പെയ്താൽ പിന്നെ അങ്ങനെ കസ്റ്റമേഴ്സ് വരില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തത് ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഇരുന്ന് ചെയ്യാറ്. അപ്പം ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ലുട്ടുള്ളതുകൊണ്ട് ലുട്ടുവിന് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടവൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല.
അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ആ ടൈമിൽ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ നമ്പറുണ്ട്, അപ്പോൾ വിളിക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ ഉച്ച സമയത്ത് അങ്ങനെ ആരും ഇറങ്ങൂലല്ലോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. നല്ല ചോറുണ്ട്, മോരുകൂട്ടാൻ, പപ്പടം, പിന്നെ കാളാഞ്ചി മീൻ കറിയുണ്ട്. ഞാൻ കറി കഷ്ണം മാത്രം എടുത്തിട്ടുള്ളൂ. ഇനി ഇങ്ങോട്ട് കഴിക്കുക. കഷ്ണം എടുക്കുന്നു, മീൻ കറിയിൽ വെക്കുന്നു. ഇങ്ങനെ എടുക്കുന്നു, കഴുകുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും മഗ്ഗി ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നല്ല മഴയായതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ ഇരുന്നു. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. നല്ല മഴയായിട്ടാ. ഈ മഴയത്ത് ഞാനിനി എങ്ങനെ പോകാൻ കോട്ടൊക്കെ ഇട്ടിട്ട്, പക്ഷേ ഈ മഴയത്ത് ഇനി പോയിട്ട് വലിയ കാര്യമില്ല. മഴ തോർത്തിട്ട് പോവാം. ഈ മഴ വന്നാൽ ഭയങ്കര സീനാണ്. കാരണം മഴയത്ത് ആരും ഇറങ്ങി പർച്ചേസ് ചെയ്യാൻ വരില്ല. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫാൻസി ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ആയ കാരണം ഇറ്റ് ഇസ് നോട്ട് എ നെസസറി പ്രോഡക്റ്റ്. സോ അത് ഈ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡൗൺ ആവും. പിന്നെ ഞാൻ നമ്മുടെ ഓൺലൈനിൽ ഇപ്പോൾ അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ പേജ് ഒന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ മഴയാണ്, അപ്പോൾ എനിക്ക് നമുക്ക് അത്ര ടൈമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നാളെ ഇന്നത്തോടുകൂടി ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൺലൈനിൽ കുറച്ചും കൂടിയൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് കുറച്ച് രീതിക്കൊക്കെ ഒന്ന് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഔരത്തിൻ്റെ, അതായത് നമ്മുടെ ഷോപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇടാറുണ്ട്, അതായത് നമ്മുടെ വീഡിയോസൊക്കെ റീൽസ് ആയിട്ട് ഇൻസ്റ്റയിൽ ഇടും. അപ്പോൾ ആ സെയിം സാധനം ഷോർട്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഔരത്തിൻ്റെ പേജ് ഷോർട്സ് ആയിട്ട് മാത്രമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് മാത്രം ഇടുന്ന ഒരു സെറ്റപ്പ് ആക്കാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വഴിയല്ല, ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് മാത്രം ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇടാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി അറിയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് യൂട്യൂബ് വഴി കുറച്ച് എന്താ പറയുക ബിസിനസ് ഡെവലപ്പ് ആക്കി കൊണ്ടുവരാം നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ്. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ചാടിക്കയറി വണ്ടിയിലിരുന്നു, നേരെ കടയിലേക്ക് പോയി. ഒരു കമൻറ്റ് തരുമോ? ഹലോ ലുട്ടു, ഒരു കമൻറ്റ് തരുമോ? ബോസിന് ഇത്ര നാണാണോ? ഈ കടയിലെ ബോസാണോ? ഇത്ര നാണമുള്ള ബോസാണെങ്കിൽ കടയിലേക്ക് ഇങ്ങനെ ആൾക്കാർ കയറില്ലേ? എന്തായാലേ അങ്ങനെ ഒരു 4-4:30 ആയപ്പോൾ എനിക്ക് ബൂസ്റ്റ് വാങ്ങിത്തരൂ എന്ന് പറഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ, എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ അത്യാവശ്യം കോഫി, പിന്നെ സ്നാക്സ്, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അൽഫാം, അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ അവിടെ നിന്നാണ് സാധാരണ ചായ വരുത്തിക്കുകയാണ് കടയിലേക്ക് കൊണ്ടുവരിക ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടൊന്ന് പോയി അവിടെ പോയി ഇരുന്ന് കുടിക്കാമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ ലുട്ടും കൂടി ചായ കുടിച്ചു. പിന്നെ ലുട്ടുവിന് അവിടുത്തെ സ്നാക്സ് ഈ ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ കടയിലേക്ക് വന്നു കേട്ടോ. യെസ്, അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30-7:15 ആവാറായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നമ്മളൊരു 7:30-8 മണിയോട് കൂടിയൊക്കെ ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് പോവും. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമ്മുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.